ഹലോ, കാശി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ്. അയില വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ തേങ്ങ അരച്ച് മുളക് ഇട്ടുമാണ് അയില കറി വെക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇന്ന് അയില കൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ ഒരു 3 വലിയ അയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് രണ്ടായിട്ട് മുറിച്ചിട്ടൊന്ന് വരഞ്ഞെടുക്കാം. നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മസാലയൊക്കെ മീനിലേക്കൊന്ന് പിടിക്കും. അപ്പം എന്നാൽ ഞാൻ ആ മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് മീനിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. എന്നാൽ ഉള്ളി ഒരുപാട് അങ്ങ് വാടിപ്പോകണ്ട, ആ ഒരു രീതിയിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. അപ്പം ദേ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ മീനൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരമുറി തേങ്ങയുടെ പാലാണ്. ഇനി ഈ പാൽ നമ്മൾ നേരത്തെ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന പാത്രമില്ലേ, ആ പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി നമ്മുടെ മീനില്ലേ, അതൊരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയൊക്കെ ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ആ കറിയൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അയല ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അയലക്കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്